ഇന്നിപ്പോൾ പത്രവിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നമ്മുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഹലോ മലയാളം. ആദ്യമായിട്ടാണ് ഹലോ മലയാളത്തിൽ, ആദ്യമായിട്ടല്ല വേറെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ പ്രസ് ടോപ്പുമായിട്ട് ആദ്യമായിട്ടാണ് ശ്രീജിത്ത് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പത്രവിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? പാർട്ടി നയരേഖ തന്നെയാണോ മുഖ്യം? തീർച്ചയായും ഗുഡ് മോർണിംഗ് ഉണ്ട്. പിന്നെ പ്രസ് ടോപ്പിൽ ആദ്യമാണ്. പത്രങ്ങൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ തുടർച്ച. അതായത് ഇന്നലെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നു. CPM-ൻ്റെ നയത്തിലുണ്ടായിരുന്ന വ്യതിയാനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു പോയ നാളുകളാണ്. ഇന്നത്തെ പത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു പോകാൻ നിർവാഹമില്ല. കഴിഞ്ഞ ഫെബ്രുവരി 23-ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ, മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത CPM-ൻ്റെ നയങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. അതായത് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല, ഫാസിസ്റ്റ് നയങ്ങളല്ല മോദി സർക്കാർ പിന്തുടരുന്നത് എന്നൊരു വാർത്ത വന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിൻ്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയോളമായി വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളോടുള്ള പ്രതികരണമല്ല, CPM-ൻ്റെ നയം വിശദീകരിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഫാസിസ്റ്റ് നയത്തോട്, അല്ലെങ്കിൽ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന വാർത്തയോടുള്ളൊരു വലിയ പ്രതികരണം കൂടിയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുള്ളത്. ഏതാണ്ട് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം മുഖ്യ വാർത്ത. അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആദ്യം മാതൃഭൂമിയിലേക്ക് തന്നെ പോകാം. മാതൃഭൂമി ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, സംഘടനാ റിപ്പോർട്ട് പറയുന്നത് തിരുത്തൽ വഴി എന്നുള്ളതാണ്. അതായത് ഈ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ ആ വാർത്തകൾക്കുള്ള മറുപടി എന്ന രൂപത്തിൽ തന്നെയാണ് പ്രകാശ് കാരാട്ട് സംസാരിച്ചത്. അതിൻ്റെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് CPM-ന് തിരുത്തൽ വഴി തന്നെ വേണം. അതായത് ജനങ്ങളുമായി ബന്ധം കുറയുന്നു, ചിലർക്ക് സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഫണ്ട് സമാഹരണത്തിൽ സുതാര്യതയിൽ. അതായത് CPM കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരിട്ട പ്രതിസന്ധികൾക്കുള്ള മറുപടിയും ബദലും ഒക്കെ തന്നെയാണ് അക്കാര്യത്തിലും വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അവതരിപ്പിച്ച നയരേഖയും വികസന രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട കാരാട്ട് എന്നും കൂടി 1-ാം പേജിൽ മാതൃഭൂമി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മാതൃഭൂമി 7-ാം പേജിലേക്കാണ് കുറച്ചും കൂടി വിശദാംശങ്ങളുമായി വരുന്നത്. 7-ാം പേജിൽ വളരെ വിശദമായി CPM-ൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും മാതൃഭൂമി നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നവകേരളത്തിന് പുതുവഴി, ദൗർബല്യം പരിഹരിക്കണം, വഴിതെറ്റാതിരിക്കാൻ ബംഗാൾ പാഠം, ഇതെല്ലാം. അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ മുന്നിൽ, പാർട്ടി കാര്യം പിന്നിൽ എന്നും കൂടി പറഞ്ഞു വെക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയായിരുന്നു ആ വാർത്ത കൊടുത്തിരുന്നത്. ഫാസിസ്റ്റ് നയങ്ങളോടുള്ള CPM-ൻ്റെ സമീപനം, ആ സമീപനത്തിൻ്റെ നയവ്യത്യാസം, ആ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന കാര്യത്തിലുള്ള CPM-ൻ്റെ വിശദീകരണം, അതെല്ലാം ഇന്നത്തെ പത്രങ്ങളിൽ വളരെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ മാതൃഭൂമിയും അത് കൊടുക്കേണ്ടി വരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മാതൃഭൂമി 7-ാം പേജിൻ്റെ ഏറ്റവും മുകളിൽ നവഫാഷിസം, കാരാട്ടിന് വിശദീകരണമുണ്ട് എന്നാണ് മാതൃഭൂമി പറയുന്നത്. മാതൃഭൂമിയുടെ വാർത്തയോടുള്ള വിശദീകരണം കൂടിയാണെന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. BJP ന്യൂ ഫാസിസ്റ്റ് ആണെന്നുള്ളൊരു MV ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി അതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് ഫാസിസവുമായി ബന്ധപ്പെട്ട CPM-ൻ്റെ നിലപാട്, നയങ്ങളൊക്കെ ഇന്നലെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരിക്കൽ കൂടി വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ വരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൽ എന്തായിരിക്കും അത് പറയുക എന്നുകൂടി പറയുന്നുണ്ട്. അതായത് അതോടൊപ്പം തന്നെയാണ് മനോരമ കുറച്ചും കൂടി, മനോരമയുടെ ഒരു ലൈൻ നമുക്ക് വളരെ വ്യക്തമാണ്. CPM-മായി ബന്ധപ്പെട്ട് മനോരമയുടെ ലൈൻ എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. വികസനം ഫീസിലൂടെ എന്നാണ് തലവാചകം. അതായത് നയരേഖ, വികസന രേഖ, പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ, വികസന രേഖയാണ് ഈ മനോരമ 1-ാം പേജിൽ മുഖ്യ വാർത്തയാക്കിയിട്ടുള്ളത്. പിന്നീട് അത് 7-ാം പേജിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി വിശദമായി സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിശദമായി. ക്യാപ്റ്റൻ പിണറായി, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചാനലുകളടക്കം ചർച്ച ചെയ്ത കാര്യമാണ്. ക്യാപ്റ്റൻ ആരായിരിക്കുമെന്ന കാര്യത്തിൽ അത് MV ഗോവിന്ദൻ്റെ അഭിമുഖം ന്യൂസ് മലയാളം കൂടി കൊടുത്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപ്റ്റൻ പിണറായി എന്നുള്ള സൂചന. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാഷിസവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ വിശദീകരണം ഉണ്ട് എന്നൊരു തലവാചകം കൂടി മനോരമ കൊടുക്കുന്നുണ്ട്. അത് വളരെ ഒരു കൗതുകകരമായ കാര്യമാണ്. ഈ ഫാഷിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, CPM-മായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഈ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ഒരു നിലപാടിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. CPM-നെ വിമർശിക്കുന്നവർ രേഖകൾ വായിക്കണം. അതായത് CPM-മായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുമ്പോൾ രേഖകൾ വായിക്കണം എന്നുകൂടിയാണ് കാരാട്ട് പറഞ്ഞു വെക്കുന്നത്. തലവാചകമായി തന്നെ മനോരമ 7-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ്റെ നയരേഖയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, അത് കൃത്യമായി നൽകും, അത് മുഖ്യമന്ത്രിയുടെ നയരേഖയിൽ തന്നെ പ്രഖ്യാപനമുണ്ട് എന്നുകൂടി മനോരമ പറഞ്ഞു വെക്കുമ്പോൾ CPM തുടർഭരണം ആഗ്രഹിക്കുന്നു. അത് CPM-മായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ പത്രങ്ങൾ കൂടി അക്കാര്യത്തിൽ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളകൗമുദിയൊക്കെ അക്കാര്യത്തിൽ, കേരളകൗമുദിയും ദേശാഭിമാനി നമുക്കറിയാം പാർട്ടി പത്രമാണ്, ദേശാഭിമാനി വളരെ വ്യക്തമായി തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. കേരളകൗമുദി ഒരുപക്ഷെ കുറച്ചും കൂടി കൗതുകകരമായി അവർ CPM-ൻ്റെ സമ്മേളന വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുകൊണ്ട് അതുകൂടി പറഞ്ഞു പോകുന്നു. ഈ കേരളകൗമുദി കുറച്ചും കൂടി കൗതുകകരമായി, കുറച്ചും കൂടി സോഫ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഈ സമ്മേളന ചൂടിനിടയിലെ പ്രണയസ്മരണകൾ, അങ്ങനെ ഒരു ബൈലൈൻ സ്റ്റോറിയാണത്.
അതിൽ അതായത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവർ ആരൊക്കെയാണ്, അവർ എത്ര പേരുണ്ട് എന്നുള്ളൊരു വളരെ വിശദമായൊരു വാർത്ത തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള സമ്മേളന പ്രതിനിധികളെക്കുറിച്ചുള്ള വാർത്ത അത് വളരെ വിശദമായി പറയുന്നുണ്ട്. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും തുടങ്ങി നമുക്കറിയാവുന്ന ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തുടങ്ങി ഏറ്റവും താഴോട്ടുള്ള ആളുകൾ വരെ അക്കാര്യത്തിൽ പിന്നെ എം വി ഗോവിന്ദൻ്റെയും ശ്യാമളയുടെയും കാര്യം വരെ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഈ കേരളകൗമുദി അക്കാര്യത്തിൽ കുറച്ചും കൂടി ഇവർ സമ്മേളനത്തിലെ കുട്ടി സഖാക്കൾ എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത, അതായത് സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2 സഖാക്കളെ കുറിച്ചുള്ള വാർത്തയാണ്. സന്ദീപും പ്രവിഷയും. പ്രവിഷ കാസർഗോഡ് നിന്നാണ്, സന്ദീപ് തിരുവനന്തപുരത്ത് നിന്നാണ്. അതായത് ഏറ്റവും ചെറുപ്പമാർന്ന രണ്ട് വ്യക്തികൾ, 2 സഖാക്കൾ അവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പ്രതിനിധികളായി. പിന്നെ നമ്മൾ മാധ്യമങ്ങളൊക്കെ ചാനലുകളും റിപ്പോർട്ട് ചെയ്ത ഈ രാവിലത്തെ നടത്തം, പ്രഭാത നടത്തം ഇപ്പോൾ ചാനലുകൾക്ക് ഒരു കൗതുകമാണ്. നേതാക്കന്മാരൊക്കെ സമ്മേളനത്തിന് വരുമ്പോൾ, പാർട്ടി പരിപാടികൾ പങ്കെടുക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന രാവിലത്തെ പ്രഭാത നടത്തം കൂടി അതുകൂടി പറഞ്ഞു വെക്കുന്നു. മറ്റൊരു കാര്യം, നമുക്ക് സമ്മേളനം അല്ലാതെ കുറച്ചും കൂടി മറ്റു വാർത്തകളിലേക്ക് കൂടി പോയാൽ ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ലണ്ടനിൽ 4 ദിവസത്തെ സന്ദർശനത്തിനും ഔദ്യോഗിക ചർച്ചകൾക്കുമൊക്കെയായി പോയിരുന്നു. പോയപ്പോൾ ലണ്ടനിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു കുത്തൊഴുക്കില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ട, ഇന്ന് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ട ഒരു വാർത്തയാണ്. ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തു നിന്നുള്ള വിദേശകാര്യമന്ത്രി മറ്റൊരു രാജ്യത്ത്, അതും ലണ്ടനിൽ പോകുമ്പോൾ അവിടെ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നേരിട്ടു. അത് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ വലിച്ചു കയറുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ആ വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ, ഇത് പറയാനുള്ള കാരണം മറ്റ് പത്രങ്ങളൊക്കെ സമ്മേളനത്തിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനോരമയിൽ 1-ാം പേജിൽ ആ വാർത്തയില്ല, മാതൃഭൂമിയുടെ 1-ാം പേജിൽ ആ വാർത്തയില്ല എന്നുള്ള കാര്യം കൂടി പരാമർശിച്ച് പോകേണ്ടതുണ്ട്. മാധ്യമവും കേരള കൗമുദിയും ഒക്കെ അത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അവിടെ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ വലിച്ചു കയറി എറിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അത് കൊടുത്തിട്ടില്ല. കേരള കൗമുദിയും ദേശാഭിമാനിയും അത് 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. മറ്റൊരു വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, നമ്മൾ സാധാരണക്കാരെയൊക്കെ വലിയ രൂപത്തിൽ ബാധിക്കുന്നതും അത് മാതൃഭൂമി 1-ാം പേജിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ ആദായ നികുതി ബിൽ, നമുക്കറിയാം ഇപ്പോൾ ആദായ നികുതിയുടെ സ്ലാബുകളിലൊക്കെ വലിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ആ ആദായ നികുതി ബിൽ, അതുമായി ബന്ധപ്പെട്ട് ഏത് അക്കൗണ്ടുകളും പരിശോധിക്കാം, ഏത് അക്കൗണ്ടുകളും ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിൽ കോടതിയുടെ ഒരു അനുമതി വേണമായിരുന്നു. ഇനി അത് വേണ്ട എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു. അത് ജനങ്ങൾക്ക് വലിയ താല്പര്യവും അറിവും വേണ്ട ഒരു കാര്യമാണ്. പുതിയ ആദായ നികുതി ബില്ലിൽ സ്വകാര്യ ഡിജിറ്റൽ അക്കൗണ്ടുകളും പരിശോധിക്കാം. ബില്ലിലെ 247-ാം അനുച്ഛേദത്തിലാണ് ഇതിനുള്ള അനുവാദം ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. കോടതിയുടെ അനുമതിയോടെ മാത്രമേ നിലവിൽ വ്യക്തികളുടെ ഇമെയിലുകളും മറ്റും പരിശോധിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ബില്ലിൽ എല്ലാ അക്കൗണ്ടുകളും, ഏത് അക്കൗണ്ടുകളും, സ്വകാര്യ ഡിജിറ്റൽ അക്കൗണ്ടുകളും ഇഡിക്ക് പരിശോധിക്കാമെന്നൊരു വിവരം കൂടിയാണ്. അത് ഒരുപക്ഷെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും വലിയൊരു വാർത്തയാണ്. അത് മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു നേരത്തെ ഈ CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായിരുന്നു. എന്നാലും ഹിന്ദു വളരെ 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കാരാട്ട് എക്സ്പ്ലെയിൻസ് വൈ മോദി ഗവൺമെൻറ് ഈസ് നിയോ ഫാസിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നിയോ ഫാസിസവും ഫാസിസവുമായി ബന്ധപ്പെട്ട് CPM-വുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എവിടെ എത്തി നിൽക്കുന്നു, ആ ചർച്ചകൾക്കുള്ള മറുപടി ഇന്നലെ കാരാട്ട് പറഞ്ഞു. അത് വളരെ പ്രാധാന്യത്തോടെ 1-ാം പേജിൽ ഏതാണ്ട് 6 കോളം വാർത്തയായിട്ട് ഹിന്ദു കൊടുക്കുന്നുണ്ട്. അത് വലിയ പ്രാധാന്യമുള്ള വാർത്തയെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ഈ കശ്മീർ അതായത് ജയശങ്കർ ഇന്നലെ ലണ്ടനിൽ പോയി സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു വിഷയം, കശ്മീർ ഇന്ത്യയുടെ തന്നെ ഭാഗമാണ് എന്ന കാര്യത്തിൽ അസന്നിഗ്ധമായി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് 1-ാം പേജിൽ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതായത് കാശ്മീർ വിൽ ബി റിസോൾവ്ഡ് ഇഫ് പാക് റിട്ടേൺസ് സ്റ്റോളൻ പാർട്ട്. ഇന്ത്യയുടെ ശ്രീജിത്ത്, പത്രവിശേഷങ്ങൾ വളരെ വിശദമായി തന്നെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശരി ശ്രീജിത്ത്.